AICC നിയോഗിച്ച ടീമിന്റെ മൂന്നാമത്തെ സർവേയും കേരളത്തിൽ പൂർത്തിയായിരിക്കുന്നു. അവർ കണ്ടെത്തിയ കാര്യങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ചില സൂചനകളും ഉൾക്കൊള്ളിച്ച് അടിമുടി മാറ്റം വരുത്തുകയാണ് ഈ സർവേ പ്രകാരം ഹൈക്കമാൻഡ്. കഴിവുള്ളവരെ ജനങ്ങൾ അംഗീകരിക്കും. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഒരു സംശയവും വേണ്ട, UDF അധികാരത്തിൽ വരും. അതാണ് AICC പറഞ്ഞിരിക്കുന്നത്. കാലാകാലങ്ങളായി തോറ്റാലും ജയിച്ചാലും ചിലർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന സീറ്റുകൾ അങ്ങെടുത്ത് പണിയെടുക്കുന്ന യുവാക്കൾക്ക് നൽകിയാൽ അതിൽ വിജയിക്കാമെന്നാണ് AICC കണ്ടെത്തിയിരിക്കുന്നത്. അതുപ്രകാരം തിരുവമ്പാടി മണ്ഡലത്തിൽ VS ജോയി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് AICC. കോഴിക്കോട് ജില്ലയിലാണ് മലയോര മണ്ഡലമായ തിരുവമ്പാടി. അതിനായി മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്നും ആ സീറ്റ് വാങ്ങി കോൺഗ്രസ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. മൊത്തത്തിൽ AICC നടത്തിയ സർവേ പ്രകാരം അതിന്റെ ഭാഗമായി കേരളത്തിലെ നിയമസഭയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ വിജയിക്കുന്ന മണ്ഡലങ്ങൾ, അതുപോലെ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, അതുപോലെ വിജയിക്കാൻ പ്രയാസമുള്ള മണ്ഡലങ്ങൾ എന്നിവയാണ് ആ മൂന്ന് തരം കാറ്റഗറി. അതിൽ 2-3 കാറ്റഗറിയിൽപ്പെടുന്ന മണ്ഡലങ്ങൾ പൂർണ്ണമായും സ്ഥാനാർത്ഥികളുടെ മികവും കഴിവും ആശ്രയിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് കൊണ്ടാണ് AICC മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ വരെ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ 30ഓളം മണ്ഡലങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 30ഓളം സ്ഥാനാർത്ഥികളെയും AICC ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്നും പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിരുവമ്പാടി. നമുക്കറിയാം, ഇപ്പോൾ അവിടെ LDFന്റെ CPMൽ നിന്നുള്ള ലിൻഡോ ജോസഫാണ് MLA. UDFന് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് ആ സീറ്റ് ഉള്ളത്. പക്ഷേ ചെറിയ വോട്ട് വ്യത്യാസത്തിൽ ആ സീറ്റ് തുടർച്ചയായി നഷ്ടപ്പെടുകയാണ്. അതിന് ഒരു കാരണം തിരുവമ്പാടിയിൽ ക്രൈസ്തവ വോട്ടർമാർക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. മുസ്ലിം ഹൈന്ദവ വോട്ടുകളും ഉണ്ട്. മുസ്ലിം ലീഗിനാണെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമേ നിർത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തി CPM അത് പിടിച്ചെടുക്കുന്ന ഒരു പതിവാണുള്ളത്. അങ്ങനെയാണ് നമുക്ക് അന്തരിച്ച മത്തായി ചാക്കോ, അതുപോലെ തോമസ് M ജോർജ് തുടങ്ങിയ സ്ഥാനാർത്ഥികൾ CPMന്റെ MLAമാരായി തിരുവമ്പാടിയിൽ നിന്ന് ജയിച്ചു കയറിയത്. ഇപ്പോൾ ലിൻഡോ ജോസഫും. അതിന് തടയിടാൻ മുസ്ലിം ലീഗിന്റെ സമ്മതത്തോടെ തന്നെയാണ് കോൺഗ്രസ് ആ മണ്ഡലം ഏറ്റെടുക്കാൻ പോകുന്നത്. ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളായ സിറിയക് ജോണും PP ജോർജുമെല്ലാം ഇങ്ങ് തെക്ക് നിന്ന് പോയി തിരുവമ്പാടി മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ എന്നും ആഗ്രഹിക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവമ്പാടി എന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. അങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണെന്ന ചോദ്യത്തിന് ഇപ്പോൾ സംശയം വേണ്ട, ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, VS ജോയി തന്നെയാണ്. ഇന്ന് കേരളത്തിലെ യുവനേതാക്കളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ജോയിയുടേത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള മണ്ഡലമാണ് തിരുവമ്പാടി. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം VS ജോയിയുടെ അച്ചടക്കത്തിന്റെയും പാർട്ടി സ്നേഹത്തിന്റെയും പ്രതിഫലമാണ് എന്നുള്ളതിന്റെ പേരിൽ ജനങ്ങൾ നെഞ്ചേറ്റി നടക്കുന്ന ഒരു സമയം കൂടിയാണ് VS ജോയിയെ സംബന്ധിച്ച്. ജോയിക്കായി സീറ്റ് നൽകിയാൽ പുഷ്പം പോലെ വിജയിപ്പിച്ചെടുക്കാമെന്ന് UDF ഒന്നടങ്കം വിശ്വസിക്കുന്നു. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ് തിരുവമ്പാടി എന്നുള്ളത് ജയിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. മുക്കം മുനിസിപ്പാലിറ്റിയും കൂടരഞ്ഞി, കൊടിയുത്തൂർ, കാരശ്ശേരി, പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് തിരുവമ്പാടി നിയമസഭാ മണ്ഡലം. UDFനും LDFനും ഒരുപോലെ അടിത്തറയുള്ള ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുടെ മികവ് തന്നെയാണ് ഫലം നിർണയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തവണ CPM തട്ടിക്കൂട്ടി നേടിയ 4000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം VS ജോയി ആണെങ്കിൽ എളുപ്പത്തിൽ മറികടക്കാമെന്നും വൻ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നും AICC മാത്രമല്ല ജനങ്ങളും വിശ്വസിക്കുകയാണ്.